നമസ്കാരം. മൈ ആസ്ട്രോവിനിന്റെ പുതിയൊരു പരമ്പരയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ജ്യോതിഷ ശാസ്ത്രത്തിൽ എല്ലാ ഗ്രഹങ്ങൾക്കും അവയുടെ രാശിമാറ്റങ്ങൾക്കും പ്രത്യേക സ്ഥാനങ്ങൾ നൽകിയിട്ടുണ്ട്. ഗ്രഹങ്ങൾ കാലാകാലങ്ങളിൽ രാശി മാറുന്നതാണ് ജ്യോതിഷത്തിലെ സംക്രമണം എന്ന പ്രതിഭാസം. ഗ്രഹങ്ങളുടെ ഈ സംക്രമണം ഓരോ രാശിക്കാരുടെയും ജീവിതത്തെ നേരിട്ട് സ്വാധീനിക്കുന്നു. ചില രാശിക്കാർക്ക് ഈ ഗ്രഹസംക്രമണം വലിയ ഗുണഫലങ്ങൾ നൽകുന്നു, മറ്റുള്ളവർക്ക് ചിലപ്പോഴെങ്കിലും ദോഷഫലങ്ങൾ ഉണ്ടാക്കുന്നു. ജാതകം നിർണയിക്കുമ്പോൾ 9 ഗ്രഹങ്ങളും 12 രാശികളും 27 നക്ഷത്രങ്ങളും ചേർന്ന് വ്യക്തിയുടെ പ്രവൃത്തികളെ കൃത്യമായി കാണുന്നു. നവഗ്രഹങ്ങൾ സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, രാഹു, കേതു എന്നിവയാണ്. ആദ്യ 7 ഗ്രഹങ്ങൾ ഭൗതികമായി നിലവിലുള്ളവയാണ്. ജ്യോതിഷപ്രകാരം ശുക്രൻ വളരെ സവിശേഷതകളുള്ള ഗ്രഹമാണ്. സമ്പത്ത്, ഐശ്വര്യം, ആഡംബരം, സമൃദ്ധി എന്നിവയ്ക്ക് കാരണം ശുക്രൻ തന്നെയാണ്. ആഗസ്റ്റ് 27-ന് കർക്കിടക രാശിയിലേക്ക് ശുക്രൻ വരുണനുമായി സംയോജിച്ച് നവപഞ്ചമ രാജയോഗം സൃഷ്ടിക്കുന്നു. ഗണേശ ചതുർത്ഥി ദിനത്തിൽ ശുക്രനും വരുണനും പരസ്പരം 120 കോണിൽ സഞ്ചരിക്കും. പുലർച്ചെ 3:46-ന് ഈ കോണ് രൂപപ്പെടുകയും അതിലൂടെ അപൂർവമായ നവപഞ്ചമ രാജയോഗം രൂപം കൊള്ളുകയും ചെയ്യും. ഇത് ജ്യോതിഷത്തിലെ പ്രധാന രാജയോഗങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. 12 രാശികളിലെയും ജീവിതത്തിൽ ഇതിന് സ്വാധീനം കാണപ്പെടും. പക്ഷേ ചില രാശിക്കാർക്കാണ് പ്രത്യേകമായി അതിന്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്നത്. ഈ രാജയോഗത്തിലൂടെ ഭാഗ്യം ലഭിക്കുന്ന രാശികൾ ആരൊക്കെയെന്ന് നമുക്ക് പരിശോധിക്കാം. ഇതിലെ ആദ്യത്തെ രാശി മേടം രാശിയാണ്. മേടം രാശിയിൽ ഉൾപ്പെട്ട നക്ഷത്രക്കാർക്ക് ശുക്രൻ വരുണനുമായി 120 കോണിൽ ചേർന്ന് രൂപപ്പെടുന്ന നവപഞ്ചമ രാജയോഗം ഭാഗ്യത്തിന് അനുകൂലമായി മാറുന്നു. നീണ്ടകാലം മനസ്സിൽ സൂക്ഷിച്ചിരുന്ന എല്ലാ ആഗ്രഹങ്ങളും സഫലമാകും. സാമ്പത്തികമായി സ്ഥിരത കൈവരിക്കുകയും ലോൺ അടക്കമുള്ള ബാധ്യതകൾ മാറ്റിവെക്കാനും നിങ്ങൾക്ക് കഴിയും. അടുത്തത് കർക്കിടകം രാശിയാണ്. കർക്കിടക രാശിയിൽ ഉൾപ്പെട്ട നക്ഷത്രക്കാർക്ക് നവപഞ്ചമ രാജയോഗം ഭാഗ്യത്തിന് അനുകൂലമായി മാറുന്നു. ജോലിയിൽ ഇത് സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനും അടക്കമുള്ള സാധ്യത ഉയർത്തുന്നു. സ്വർണം മുതലായ വിലയുള്ള സമ്മാനങ്ങൾ നിങ്ങളെ തേടിയെത്തുകയും ചെയ്യും. കൂടാതെ പുതിയ വരുമാന സ്രോതസ്സുകൾ തുറക്കാൻ ഇത് കാരണമാകുന്നു. അടുത്തത് മീനം രാശി. മീനം രാശിയിൽ ഉൾപ്പെട്ട നക്ഷത്രക്കാർക്ക് നവപഞ്ചമ രാജയോഗം ഭാഗ്യത്തിന് അനുകൂലമായി മാറുന്നു. വിവിധ വഴികളിൽ നിന്നും പണം കയ്യിലെത്തുകയും വസ്തു സംബന്ധമായ ഇടപാടുകളിൽ നേട്ടം നേടുകയും ചെയ്യും. ഇത് ആസ്തി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിജയം ലഭിക്കുകയും ലോട്ടറി പോലുള്ള ഭാഗ്യ പരീക്ഷണങ്ങൾ നേടാനും പുതിയ വീടുകളിലേക്ക് താമസം മാറാനുള്ള സാധ്യതകളും ഒക്കെ കാണുന്നു. തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്താൻ ഞങ്ങളുടെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.